ആലി ഫേമസ് ആയിട്ടുള്ളൊരു ഈജിപ്ഷ്യൻ ഡെസേർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനലും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മുടേതായ രീതിയിലാക്കിയതും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്ക് വേണ്ട പാലിൻ്റെ മിക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഫ്രഷ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടിന്നിൽ വരുന്ന പാലില്ലേ അത് ഒഴിച്ചു കൊടുക്കുക. അതിന് പകരം ഫ്രഷ് ക്രീം ആണെങ്കിൽ അതായാലും ഒഴിച്ചു കൊടുത്താൽ മതി. മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചിങ്ങാണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നമ്മുടെ പപ്സിൻ്റെ ഷീറ്റിലെ അതൊന്ന് ബേക്ക് ചെയ്തിങ്ങാണ്ട് ഇതുപോലെ പൊട്ടിച്ചിങ്ങാണ്ട് ചെറുതാക്കിങ്ങാണ്ട് ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ചൂട്ടോടുകൂടെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടാമത്തെ ലെയറും ഇതുപോലെ തന്നെ ഈ ഷീറ്റ് ബേക്ക് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെയും പാൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് എത്ര ലെയർ വേണോ അത്രയും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ലെയർ എടുത്തിട്ടുള്ളൂ. ഇനി അതിൻ്റെ മുകളിലായിട്ട് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഇതുപോലെ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുക. ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് കേട്ടോ ചെയ്യുന്നത്. ഒന്ന് റാപ്പ് ചെയ്തിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിങ്ങാണ്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് പാൽ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഒറിജിനൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്തിങ്ങാണ്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം. ബേക്ക് ചെയ്തെടുത്തിട്ട് ചൂട്ടോടുകൂടെ കഴിക്കുന്നതാണ് ഈ ഒരു ഡെസേർട്ടിൻ്റെ ഒറിജിനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ബേക്ക് ചെയ്തെടുത്തതാണ്. 150 ഡിഗ്രിയിൽ ഒരു 5 മിനിറ്റോളം ഒന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒറിജിനൽ തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളൂ. എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡെസേർട്ട് തന്നെയാണ് കേട്ടോ ഇത്.